ഈ ക്വസ്റ്റ്യൻ ഒരു കുട്ടി അയച്ചു തന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട് MNOP. ഇത് പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. AB പാരലൽ ടു MP ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് QC പാരലൽ ടു PO. ഇത് O ആണ് കേട്ടോ. പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈനും പാരലൽ ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പാരലോഗ്രാം ആണെന്ന് തന്നിരിക്കുന്നു. ഇതും പാരലൽ ആണെന്ന് തന്നിരിക്കുന്നു. അതൊന്ന് മാർക്ക് ചെയ്യാം. ഇതാ നോക്കൂ, പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലാണ്. പിന്നെ അപ്പോൾ ഇതും പാരലാണ്, ഇതും പാരലാണ്. കൂടാതെ AB പാരലൽ ടു MP എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം. ഈ ട്രയാങ്കിൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഈ ആംഗിളിന് നമ്മൾ X എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിളിനും X എന്ന് പേര് കൊടുക്കും. കാരണം ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ്. അതേപോലെ നമുക്ക് ഈ ആംഗിൾ Y എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിളിനും Y എന്ന് പേര് കൊടുക്കാം. കാരണം ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുഞ്ഞ് ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഓക്കെ, ഈ കുഞ്ഞ് ട്രയാങ്കിളിലെ രണ്ടാംഗിളാണ് Xും Yയും. ഈ വലിയ ട്രയാങ്കിളിലെ രണ്ടാംഗിളാണ് Xും Yയും. രണ്ടാംഗിളുകൾ ഈക്വൽ ആയാൽ ഈ കുഞ്ഞ് ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലറാണ്. അതാണ് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാ ഇപ്പം ഞാൻ എഴുതിയ കാര്യങ്ങൾ, ഈ ആംഗിളിന് X എന്ന് പേര് കൊടുത്തു. ഈ ആംഗിളും ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിളാണ്. അതിന് X എന്ന് കൊടുത്തു. ഈ ആംഗിളും ഈക്വൽ ആണ്, Y എന്ന് പേര് കൊടുത്തു, കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് QMP എന്ന് പറയുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളും QAB എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും ആംഗിൾ സിമിലാരിറ്റി പ്രകാരം സിമിലറാണ്. സിമിലർ ആണെങ്കിൽ QM/QA ഈക്വൽ ടു QP/QB ഈക്വൽ ടു MP/AB. മൂന്ന് സൈഡുകളും കറസ്പോണ്ടിങ് സൈഡുകളുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഇതും പാരലാണ്. ഇതും പാരലാണെങ്കിൽ ABയും ONും ഉറപ്പായിട്ടും പാരലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഈ വലിയ ട്രയാങ്കിളും ഈ കുഞ്ഞ് ട്രയാങ്കിളും എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ആംഗിൾ ഇവിടെ വരുന്നുണ്ട്. ആ ആംഗിൾ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. ഈ വരയൊന്നും അത്ര ക്ലിയർ അല്ല എങ്കിലും നമുക്കത് തൽക്കാലം എടുക്കാം. ഈ ആംഗിൾ K എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തം K+X ആയിരിക്കും. ഇത് മൊത്തം K+X ആയിരിക്കും. കാരണം ഈ ആംഗിളും ഇത് രണ്ടും പാരലായത് കാരണം ഈ മൊത്തം ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടെ നമുക്കൊരു KM എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഈ ആംഗിൾ Y+M ആണെങ്കിൽ ഈ ആംഗിളും Y+M ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ കുഞ്ഞ് ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലറാണ്. കാരണം ഇവിടുത്തെ ആംഗിൾ X+K ആണ്, ഇവിടുത്തെ ആംഗിളും X+K ആണ്. ഇവിടുത്തെ ഈ ആംഗിൾ Y+M ആണ്, ഇവിടുത്തെ ഈ ആംഗിളും Y+M ആണ്. അങ്ങനെയാണെങ്കിൽ CN/CA ഈക്വൽ ടു CO/CB ഈക്വൽ ടു NO/AB. അത് ഞാനിവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം നമുക്കറിയാം. ഇവിടെ ഉള്ളത് ഈ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു. ഇവിടെ MP/AB ഉണ്ട്. ഇതാണ് MP/AB. ഈ ഇക്വേഷനിൽ NO/AB ഉണ്ട്. NO/AB. MP എന്ന് പറയുന്നതും NO എന്ന് പറയുന്നതും ഈക്വലാണ്. അതായത് MPയും NOയും ഈക്വലാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഈക്വൽ ആണ് എന്നാണ്. ഓക്കെ, ഇക്വേഷൻ 1ലുള്ള MP/ABയും ഇക്വേഷൻ 2ലുള്ള NO/ABയും ഈക്വലാണ്. കാരണം എന്താണ്? ഇവിടെ MP ആണ്, ഇവിടെ NO ആണ്. താഴെ രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. MPയും NOയും ഈക്വലാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. അതായത് ഈ ഒന്നാമത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും ഈക്വൽ ആണ് എന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള സാധനത്തിലേക്ക് വരണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? QCയും POയും പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് സാധനങ്ങൾ പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ടൊരു ട്രയാങ്കിൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടൊരു ട്രയാങ്കിൾ വരുന്നത് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ. QP/QB ഇവിടെ കിടപ്പുണ്ട്. QP/QB ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ നമുക്ക് ഇങ്ങനെ നോക്കാം. CO/CB ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും ഈക്വൽ ആണെങ്കിൽ ഇത് നമുക്ക് എഴുതാം ഫ്രം 1
and 2 QP by QB equal to CO by CB. ഓക്കെ, ഇത് കറസ്പോണ്ടിങ് സൈഡുകൾ ഇത് തമ്മിൽ ഇത് ബി പി ടി പ്രകാരം ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ടോട്ടൽ ഈക്വൽ ടു ഇത് ബൈ ടോട്ടൽ ആണെങ്കിൽ ബി പി ടി പ്രകാരം ഈ ലൈനും പാരലൽ ആണ്, ഒരു സംശയവും ഇല്ല അതിനകത്ത്. സോ നമുക്ക് എഴുതാം, സോ ആസ് പെർ കൺവേഴ്സ് ഓഫ് ബി പി ടി ക്യു സി പാരലൽ ടു പി, അതായത് ഈ ട്രയാങ്കിളിൽ ഇത് ബൈ ടോട്ടൽ ഈക്വൽ ടു ഇത് ബൈ ടോട്ടൽ ആണെങ്കിൽ ഈ ഇടക്ക് വരുന്ന സൈഡുകൾ കൺവേഴ്സ് ഓഫ് ബി പി ടി പ്രകാരം അത് പാരലൽ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ.